കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മത്സ്യത്തൊഴിലാളികളോടുള്ള അവഗണനയ്ക്കെതിരെ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ഗുരുവായൂർ ബ്ലോക്ക് കമ്മിറ്റി ചാവക്കാട് ഫിഷറീസ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. മത്സ്യത്തൊഴിലാളികൾക്കുള്ള ഭവന നിർമ്മാണം, വീട് അറ്റകുറ്റപ്പണി, ടോയ്ലറ്റ് നിർമ്മാണം, മണ്ണെണ്ണ സബ്സിഡി, തണൽ പദ്ധതി തുടങ്ങിയ ആനുകൂല്യങ്ങൾ പിണറായി സർക്കാർ നിർത്തലാക്കിയിരിക്കുകയാണെന്നും നിലപാട് പിൻവലിച്ചില്ലെങ്കിൽ പ്രതിരോധം സൃഷ്ടിക്കുമെന്നും മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് AM അലാവുദ്ദീൻ ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. ഒട്ടേറെ ക്ഷേമ പദ്ധതികളാണ് ഈ ഗവൺമെന്റ് നിർത്തലാക്കിയത്. നമുക്കറിയാം, ലൈഫ് പദ്ധതിയിൽ ഇപ്പോൾ നടപ്പിലാക്കുന്ന ഫിഷറീസിന്റെ വീടുകൾ കഴിഞ്ഞ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്ത് നടപ്പിലാക്കുന്ന ഫിഷറീസിന്റെ വീടുകൾ മുഴുവനും ലൈഫ് പദ്ധതിയായി ഇന്ന് പഞ്ചായത്ത് മുഖേന ഇന്ന് മത്സ്യത്തൊഴിലാളിക്ക് കിട്ടാത്തൊരവസ്ഥയിലാണ്. അന്നത്തെ ഗവൺമെന്റ് 50,000 രൂപ വീട് റിപ്പയറിന് കൊടുത്ത് അത് നിർത്തലാക്കി. ടോയ്ലറ്റ് 17,500 രൂപ നിർത്തലാക്കി. ക്ഷേമ പദ്ധതികൾ മുഴുവൻ നിർത്തലാക്കി. അന്നത്തെ ഗവൺമെന്റ് തണൽ പദ്ധതി പ്രകാരം വർഷത്തിൽ 1,350 രൂപ കൊടുത്തു, അതും നിർത്തലാക്കി. പിന്നീട് വരുന്ന ഗവൺമെന്റുകൾ മുഴുവൻ ആനുകൂല്യങ്ങൾ കഴിഞ്ഞ ഗവൺമെന്റ് കാലത്താണ് മണ്ണെണ്ണയ്ക്ക് 25-50 രൂപ മണ്ണെണ്ണയ്ക്കുള്ളപ്പോൾ 25 രൂപ സബ്സിഡി കൊടുത്ത ഒരു ഗവൺമെന്റ് ആയിരുന്നു ഉമ്മൻചാണ്ടി. ഇന്ന് സബ്സിഡിയുള്ള മണ്ണെണ്ണയുടെ വില 100 വർദ്ധിപ്പിച്ച അവസ്ഥയാണ്. ഗുരുവായൂർ ബ്ലോക്ക് പ്രസിഡന്റ് PK കബീർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി KD വീരമണി മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് CV സുരേന്ദ്രൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി C മുസ്താഖ് അലി, KV സുജിത് തുടങ്ങിയവർ സംസാരിച്ചു.